സന്തോഷമുള്ള ദിവസമാണ്. ചിറ്റൻ്റെ വിജീഷ് എന്ന കൈ പിടിച്ചിങ്ങ കാറ്റി എന്ന ഞാനും കാരി. ഞാൻ കുന്തോടി അമ്പത്തൽ ക്ഷേത്രത്തിൽ പോയി. അവിടെ 18 പടിയുണ്ട് കാരെ. അത് ഫുള്ളും ഞാൻ കാരി. ഞാൻ തളർന്ന് എന്ന വിജീഷയും അമ്മയും കൂടെ കൈ പിടിച്ച് ഞാൻ കാരി. മേലെത്തിയ എനിക്ക് നല്ല സന്തോഷമായി. എനിക്ക് കാര്യമില്ല ആവില്ല നല്ലത് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഊക്കാല ഞാൻ കാരി നല്ലോണം വേർത്ത് കുത്തി അടിച്ചാല്. എന്നിട്ടും ഞാൻ കുറേ നടന്ന് കുറേ കാരി ഒക്കെ ഞാൻ ചെയ്ത് വരുമ്പോൾ മേമൻ്റെ മടത്ത് കാരി ഇയാള് ചായ കുടിച്ച് തിരിച്ചു വരുമ്പോൾ ഗരവന ചരിട്ടിൽ കാരി. അമ്പത്തൊമ്പതായി ഞാൻ ബീരി ഇട്ടത് എല്ലാവരും കാണണേ. സിദ്ധാംശത്തിൽ കാരി ഞാള് ആടാ 7 മണി വരെ സമയമുള്ളൂ. അപ്പം ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോൾ രാത്രിയായിപ്പോയി. എനിക്ക് ഈ മൂടാ ഇഷ്ടം. ഹായ്, സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഈ 18 പടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഞാനാ തളർന്നേ. എനിക്ക് ഇവളെയും പിടിക്കണോ ഇങ്ങനെ ഒരു ബേജാറ്. കാരണം ഇവളെ അച്ഛനില്ല അതുകൊണ്ട്. പക്ഷേ വിജീഷ് എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് നല്ല അസലായിട്ട് ഓൻ പിടിച്ച് ഓൻ പറയുന്നുണ്ട് പതുക്കെ കയറിയാൽ മതിയെന്ന്. ഓക്കും ഒരാവേശം ഇതിങ്ങനെ കയറിയേ. അപ്പോൾ ഓക്കും ഭയങ്കര സന്തോഷമായി. മേലെ എത്തിയാൽ അമ്മേ ഞാനിതെല്ലാം കാര്യമോ നമ്മോ ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ. ഓൾ ഇന്ന് പിന്നെ എനിക്കൊന്ന് ഇത്രയും ഇതായിട്ട് പിന്നെ ഈ അവിടെ കയറിയ 18 പടി കയറി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ അതുവഴി ഇറങ്ങറ് വേറെ വഴിയാണ്. പക്ഷേ ഇവൾക്ക് വേണ്ടിയിട്ട് പിന്നെ വിജീഷ് ഓട്ടോ അപ്പുറത്ത് കൂടി തന്നെ കൊണ്ടുപോയി ഈ അമ്പലത്തിൽ നിന്ന് നേരിട്ട് അങ്ങ് ഇറങ്ങാം. പക്ഷേ നിറയെ കല്ലും ചെറിയ കുട്ട കല്ലുകളും ഇങ്ങനെ ഊരുന്നും എല്ലാം ഉള്ളത്. ഇപ്പം ഇയാൾ ചെരുപ്പൊന്നും ചേട്ടാണ്ട് നടക്കലില്ലല്ലോ. ഇവിടെ വന്നേരല്ലോ ഇപ്പം മുറ്റത്തൂടി ചെരുപ്പിടാണ്ട് നടക്കുന്നത്. അപ്പോൾ ഓൾ അതുവഴി തന്നെ ഇറങ്ങി. അപ്പോൾ ആരല്ലോ പറഞ്ഞ് ആ മോളെ നടത്തുന്നതാ കല്ലും മുള്ളും എല്ലാം ചവിട്ടിയിട്ടല്ലേ നമ്മൾ അയ്യപ്പനെ കാണുക, അതുകൊണ്ട് അങ്ങനെ നടത്തിയതാന്ന് പറഞ്ഞ്. ഒരു പ്രശ്നവുമില്ല. എനക്കാ കാല് നിലത്ത് വെച്ചുകൊണ്ടാണ്ട് ഞാൻ കളിച്ച്. അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷം. ഓളെ സന്തോഷം എനിക്ക് നിങ്ങളെ അറിയിക്കണം എന്നോള് പറഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഇതെല്ലാം നിങ്ങൾ അറിയണമെന്ന് തീരെ കയ്യാണ്ടിരിക്കും. തന്നിട്ടു എന്നെ കാത്തു നിന്ന് ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിയുന്നവരെ അമ്മ എന്തായാലും പറയണം, എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഓലെല്ലാം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ കിടക്കാണ്ട് മേല് കഴുകാണ്ട് ഇരിക്കുന്ന നിങ്ങളോട് ഇത് പറയണ്ടിട്ട് അല്ലേ മോളെ? എനിക്കിങ്ങനെ പോക്കും വരുത്തോ ഇഷ്ടമാണ്. എനിക്ക് ഇവിടുത്തെ തിരിക്കുമ്പോൾ എന്തെല്ലോ ടെൻഷനാവും. അപ്പം ഞാൻ ഇങ്ങനെ എന്നാ ശരി, നിങ്ങൾ കാണണം, അർപ്പണം ചെയ്യണം, ലൈക്ക് അടിക്കണം. അതെന്നാ പറഞ്ഞേ? അഭിപ്രായം പറയണം അല്ലേ? പറഞ്ഞോട്ടെ. അഭിപ്രായം പറയണം. എന്നാ ഗുഡ് നൈറ്റ് പറ. എന്നാ ശരി, ഗുഡ് നൈറ്റ്.